പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അവധി അറിയിപ്പുകളാണ് ഇപ്പോഴെത്തുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമാണ് കേരളത്തിലാകമാനം. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലൊക്കെ അതിതീവ്രമായിട്ടുള്ള മഴ തുടരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുകൂടാതെ തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആറന്മുള അതുപോലെ തന്നെ പല മേഖലകളിലും വെള്ളം എത്തുന്നു. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കോന്നി മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവധി അറിയിപ്പുകൾ കൂടുതലായിട്ട് എത്തുന്നത്. വിദ്യാർത്ഥി സുഹൃത്തുക്കളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവധി അറിയിപ്പുകൾ നമുക്ക് പ്രത്യേകമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നിലവിലിപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യമായതുകൊണ്ടും കൂടാതെ തന്നെ പല സ്കൂളുകളിലും പ്രളയബാധിത ക്യാമ്പുകൾ ഉള്ളതുകൊണ്ടും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇനി പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യമായതുകൊണ്ട് തന്നെ അവധി കൂടുതലായിട്ട് വരുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതലായി ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതാണ് എന്നുള്ളൊരു കാര്യം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അതാത് ജില്ലകളിലെ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് പരിശോധിക്കുക. ആ ഫേസ്ബുക്ക് പേജിന് താഴെയായിട്ട് തീർച്ചയായിട്ടും ആ ഒരു കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഉണ്ടാവും. മാത്രവുമല്ല, ഇനിയിപ്പോൾ അവധി പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ജില്ലകളിൽ ഏതൊക്കെയാണോ അവധി പ്രഖ്യാപിക്കുന്നത് അത് അനുബന്ധിച്ച് നമ്മൾ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതൊക്കെ കൂടുതൽ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഉറപ്പായിട്ടും നമ്മൾ അവധി വരുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് അപ്ഡേറ്റുകളും ആ വീഡിയോയോടനുബന്ധിച്ച് തന്നെ നൽകുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ ജില്ലകളിൽ അവധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഏകദേശം 12ഓളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്.